ഹായ് ഗൈസ്, വെൽക്കം ടു സിനിമാറ്റിക് മാസ്റ്റർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലൂസിഫർ ട്രയോളജിയിലെ രണ്ടാമത്തെ സിനിമയായ എമ്പുരാനെ കുറിച്ചാണ്. സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ലൂസിഫർ നെക്സസിനെയും ഷൻ ട്രയാഡിനെയും കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളറിയാതെ നമ്മളെ ഭരിക്കുന്ന ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഗൂഢശക്തികളാണ് ലൂസിഫർ നെക്സസും ഷൻ ട്രയാഡും എന്നാണ് സിനിമയിൽ പറയുന്നത്. ആരാണിവർ, എന്താണിവരുടെ ഇമ്പോർട്ടൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നേരെ കണ്ടന്റിലേക്ക് കടക്കാം. ആദ്യം ഖുറേഷി എബ്രഹാം നെക്സസ് അഥവാ ലൂസിഫർ നെക്സസിനെ കുറിച്ച് സംസാരിക്കാം. ലാലേട്ടൻ അവതരിപ്പിച്ച ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രമാണ് ലൂസിഫർ നെക്സസിൻ്റെ തല. ഈ നെക്സസ് ഒരു ഇൻഡോ അറേബ്യൻ നെക്സസ് ആണ് എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അതിനുള്ള കാരണം ഖുറേഷി എബ്രഹാം ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടും ഖുറേഷി എന്നത് ഒരു ഇറാഖ് പട്ടണമായതുകൊണ്ടും ഈ നെക്സസിൻ്റെ ആക്ടിവിറ്റീസ് പ്രധാനമായും ഈ പ്രദേശങ്ങളിലായി ഫോക്കസ് ചെയ്താകാം നടക്കുന്നത്. ഈ നെക്സസ് ലോകത്തിലെ സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും ട്രേഡ് കൺട്രോൾ ചെയ്യുന്നവരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ സ്വർണത്തിൻ്റെ കൺസ്യൂമേഴ്സിൽ മുന്നിലുള്ള ഇന്ത്യയും അറേബ്യൻ പ്രദേശങ്ങളും ഈ നെക്സസിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കൊണ്ടാകാം ഇവരെ ഇൻഡോ അറേബ്യൻ നെക്സസ് എന്ന് വിളിക്കുന്നത്. സിനിമയിൽ പറയുന്നത് പോലെ ഖുറേഷി എബ്രഹാം ജിഹാദി ഗ്രൂപ്പ്സിനും ഡ്രഗ് കാർട്ടൽസിനും എതിരാണ്. മയക്കുമരുന്ന്, ആയുധ കച്ചവടം, ജിഹാദികൾ എന്നിവയ്ക്കെതിരെ ഖുറേഷി എബ്രഹാം നെക്സസ് എപ്പോഴും പൊരുതാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെക്സസിൻ്റെ പ്രധാന ശത്രുക്കൾ ഡ്രഗ് കാർട്ടൽസും ജിഹാദി ഗ്രൂപ്പ്സും എല്ലാം ഉൾപ്പെടുന്ന ഷൻ ട്രയാഡ് ആവാനാണ് സാധ്യത. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ നെക്സസ് ആണ് ഖുറേഷി എബ്രഹാം നെക്സസ് എന്നത് സിനിമയിൽ നിന്ന് വ്യക്തമാണ്. മികച്ച ആർമി ഉള്ളതിന് പുറമെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ മേഴ്സിനറി ഹിറ്റ് ഗ്രൂപ്പ് സെയ്ദ് മസൂദിൻ്റെ സപ്പോർട്ട് ഖുറേഷി എബ്രഹാം നെക്സസിനുണ്ട്. അടുത്തതായി സിനിമയിൽ അവസാനം മാത്രം കാണിക്കുന്ന ഷൻ ട്രയാഡിനെ കുറിച്ച് പറയാം. ചൈനീസ് ഭാഷയിൽ ഷൻ എന്ന വാക്കിന് ഗോഡ് എന്നാണ് അർത്ഥം. ട്രയാഡ് എന്ന വാക്ക് 3 പേർ എന്നതിനെ സൂചിപ്പിക്കുന്നു. സിനിമയിൽ അവസാനം വരുന്ന ചൈനീസ് വില്ലൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, നിഞ്ച അസാസിൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള റിക് യോനാണ്. കൂടാതെ കബൂഗ ഈ ട്രയാഡിൻ്റെ ഭാഗമാണ് എന്നത് സിനിമയിൽ പറയുന്നുമുണ്ട്. എങ്കിൽ മൂന്നാമതൊരാൾ ഈ ട്രയാഡിൻ്റെ ഭാഗമാണ്. ഗോഡാക്സും കബൂഗ കാർട്ടലും ചേർന്ന ഈ ഷൻ ട്രയാഡ് ലോകത്തിലെ ആയുധ കച്ചവടത്തെയും മയക്കുമരുന്നിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ട്രേഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ഈ ട്രയാഡ് ആഫ്രോ ചൈനീസ് നെക്സസ് ആണെന്ന് പറയുന്നുണ്ട്. അത് കബൂഗ എന്ന ആഫ്രിക്കക്കാരനും റിക്യോൻ്റെ കഥാപാത്രം ഒരു ചൈനക്കാരനും ഈ ട്രയാഡിൻ്റെ ഭാഗമായതുകൊണ്ടാവാം. എങ്കിൽ മൂന്നാമത്തെ ആൾ ആഫ്രിക്കക്കാരനോ ചൈനക്കാരനോ ആയേക്കാം. ഈ ട്രയാഡ് പ്രധാനമായും ആംസ് ആൻഡ് നർക്കോട്ടിക്സിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ ഖുറേഷി എബ്രഹാമിൻ്റെ ശത്രുക്കളാണ്. സോ ലൂസിഫർ 3 ഈ രണ്ട് നെക്സസുകൾ തമ്മിലുള്ള ഒരു വാറിനെ കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും. കബൂഗ മരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതൊരു ട്രയാഡ് ആയിരിക്കുമോ എന്നും അറിയില്ല. കൂടാതെ ആ മൂന്നാമത്തെ വില്ലൻ ഉൾപ്പെടെ വേറെ 2 വില്ലന്മാരും ഉണ്ടെങ്കിൽ കബൂഗ ഈ ട്രയാഡിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമായിരിക്കണം. അങ്ങനെയെങ്കിൽ റിക്യോൻ ഉൾപ്പെടെ മെയിനായി 3 വില്ലന്മാരായിരിക്കണം ഉണ്ടാവേണ്ടത്. സോ ആ കാര്യങ്ങളൊക്കെ നമുക്കിനി L3 കണ്ടറിയാം. സോ അതുവരെ ഗുഡ് ബൈ.